ഹായ്. ഇന്ന് വായനശാലകളിൽ നടക്കുന്ന ചർച്ചകൾ ഒരു പരിചയമില്ലാത്ത അംഗങ്ങൾ കൂടുമ്പോൾ അവർക്ക് പറയാനുള്ളത് പറഞ്ഞുകൊണ്ടുള്ള സംസാരം അല്ലെങ്കിൽ ചർച്ച, അതാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കേൾക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. 4 മിനിറ്റ് 5 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ആണ്. എല്ലാവരും കണ്ട് ഇതേ രീതിയിലുള്ള വീഡിയോയ്ക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. നന്ദി. സ്വത്ത് ദാനം ചെയ്യുന്നതാണ് ഇന്നത്തെ വിഷയം. തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുള്ള ഒരുപാട് പറ്റിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഈ രീതിയിലൊക്കെ തീരുമാനമെടുക്കാൻ കാരണം അല്ല, നേരത്തെ ഞങ്ങൾ എല്ലാവരും സംസാരിച്ച ഒരു സ്ഥാപനത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്വത്ത് കൊടുക്കുന്നു എന്ന് പറഞ്ഞില്ലേ? അതിലൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞല്ലേ, നമ്മളിപ്പം 50 സെൻറ്റ് നമ്മൾ 5 സെൻറ്റ് വീതം 10 പേർക്ക് കൊടുത്ത്, അത് അവർ കൊടുത്ത് എങ്ങനെയൊക്കെ വരുന്നു എന്നുള്ളത് നമുക്ക് പിന്നെ അറിയാൻ പറ്റും. 10 പേർക്ക് കൊടുത്ത് ചിലപ്പോൾ ഈ 10 പേര് ഇത് വീട് വെക്കണമെന്നില്ല, വിൽക്കും, ഒറ്റ വയ്ക്കും, അങ്ങനെ പല രീതി. ഈ 50 സെൻറ്റ് ഒരു സ്ഥാപനത്തിനോ അല്ലെങ്കിൽ ഒരു സ്കൂളിന് കൊടുത്തു. ആ സ്കൂളിന് കൊടുത്താൽ ഇപ്പം പുള്ളി പറഞ്ഞ കണക്ക് ഒരു പേര് വേണമെന്ന്. അവിടെ പേരല്ല, ആ ഒരു സ്കൂള് ഉള്ളിടത്തോളം കാലം ഈ കൊടുത്ത വ്യക്തി അറിയപ്പെടും. അതുമല്ല, തലമുറകളായിട്ട് അവിടെ വന്ന് കുട്ടികൾ പഠിക്കുമ്പം ഈ 5 സെൻറ്റ് കൊടുത്തവനെ കുറിച്ച് അന്ന് ഒരാൾക്ക് നമ്മൾ 5 സെൻറ്റ് ആ കൂട്ടത്തിൽ കൊടുത്തെന്നിരിക്കട്ടെ, അതൊരു അഡ്രസ്സും കാണൂല. അത് ചിലപ്പം ഇത്തിരി കഴിക്കുന്നവരൊക്കെ ആണെങ്കിൽ അത് ചിലപ്പോൾ വിറ്റ് കുടിച്ച് മക്കൾക്ക് ഉപയോഗപ്പെട്ട് കാണൂല. അതുകൊണ്ട് എപ്പോഴും ഒരു സംഘടനയുടെ കീഴിലൂടെ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അതാണ് നേട്ടം. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ഗവൺമെന്റ് 2 അഭിപ്രായം 6 പേര് കൂടുമ്പോൾ 7 അഭിപ്രായം വരും. ഇപ്പം നമ്മൾ ഗവൺമെന്റിന്റെ പിന്നെ വീട് കൊടുക്കുന്നു, അത് വിൽക്കാൻ പറ്റൂല. അത് വിൽക്കണമെങ്കിൽ ഗവൺമെന്റ് കുറെ പ്രൊസീജിയർ ഉണ്ട്. നേരെ മറിച്ച് ഞാൻ ഒരാൾക്ക് ഒരു 5 സെൻറ്റ് വീടും ചുമ്മാ കൊടുത്താൽ അയാൾക്കത് വിൽക്കാം, കൊടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യും. അപ്പം ഒരു സർക്കിളിൽ നിന്നുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്താൽ അതിന് ഉപയോഗം ഉണ്ടാകും. ഇപ്പൊ ഉദാഹരണത്തിന് ഈ വായനശാലയിൽ നമ്മൾ 4 പേര് വന്നിരുന്ന് വായിക്കുന്നു. ഈ വായനശാല ഒരുപക്ഷെ എനിക്കിതിനെക്കുറിച്ച് അറിയില്ല. എൻ്റെ നാട്ടിലൊരു വായനശാലയ്ക്ക് സ്ഥലം കൊടുത്തു. ഇപ്പോഴും ആ വായനശാല നിലനിൽക്കുന്നുണ്ട്. ബസ് സ്റ്റാൻഡ് അടുത്തായതുകൊണ്ട് എപ്പോഴും തിരക്കാണ്. ബസ് 1 മണിക്കൂർ താമസം ഉണ്ടെങ്കിൽ അവിടെ വന്നിരുന്ന അവർ പേപ്പർ വായിച്ചു പോകും. അപ്പം ഒരു സംഘടനയ്ക്കോ ഒരു നല്ല കാര്യത്തിന് കൊടുത്താൽ തലമുറകളോളം അത് നിലനിൽക്കും. ഒരാൾക്ക് കൊടുത്താൽ അത് അവർ സക്സസ് ആയെങ്കിൽ സക്സസ് ആയി, അവരതുകൊണ്ട് മക്കളൊക്കെ അയച്ചെങ്കിലായി, പഠിപ്പിച്ചെങ്കിലായി. ഇതൊക്കെ ഒരു 50-50 അല്ലെങ്കിൽ ഒരു 30% വിജയിക്കും. ഈ വെള്ളപ്പൊക്കം ആമേഴത്തോടെ അവിടെ ഉള്ളവരൊക്കെ മാറ്റി പൈസ കൊടുത്ത് വിട്ടവരാണ്. അതിന് കുറെ കാലങ്ങൾ പിന്നെ അവിടെ കിടക്ക്. അതങ്ങനെയുണ്ട്. ഇപ്പൊ ഒറ്റി വാങ്ങിച്ചോട്ട് കടലിന്റെ പ്രദേശങ്ങളിലൊക്കെ ഒരു പരിധിക്കപ്പുറത്തുള്ള ആൾക്കാരൊക്കെ കാശ് കൊടുത്തവരെ കയറ്റി വിട്ടതാണ്. വീണ്ടും ഇവിടെ അപ്പുറമാണ് ഇപ്പുറമാണ്. ജോലി സൗകര്യം ആദിവാസികളുള്ള അവിടെ ഇറങ്ങുന്നു. അത് ഇല്ല, ഇറക്കില്ല. നമ്മള് അതായത് ഒരു കാര്യം ചെയ്യണം എന്നുള്ള, നമ്മളെല്ലാം എന്തും ആർക്കും കൊടുക്കും, ചോദിച്ചാൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. പക്ഷെ നമ്മൾ കൊടുക്കുന്നത് കറക്റ്റ് ആൾക്കാരിൽ എത്തിയാൽ നമുക്ക് മനസ്സിനൊരു സന്തോഷം. നമ്മളിപ്പം പോകുമ്പം ഹോട്ടലിൽ കയറുമ്പോൾ ഒരാൾ നമ്മളുടെ പൈസ വെച്ച് ഭക്ഷണം കഴിക്കാം. അവരൊക്കെ ഒരു ഊണ് വാങ്ങിക്കൊടുത്താൽ, അപ്പോഴത്തെ ലഞ്ച് വാങ്ങിക്കൊടുത്താൽ നമ്മൾ സാറ്റിസ്ഫൈഡായി നമുക്കൊപ്പം ഇരുന്ന് കഴിക്കും. ഞാനൊരു സ്ഥലത്ത് ഇങ്ങനെ ചെന്നപ്പോൾ അവർ ഫുഡ് ഒരാൾ വേണമെന്ന് പറഞ്ഞു കൊടുത്ത്, ഞാൻ പറഞ്ഞു വാ കഴിക്കാമെന്ന്. ഒരു വിധത്തിൽ പുള്ളി ഇരിക്കില്ല. അപ്പം പുള്ളി പറഞ്ഞു പൈസ തന്നാൽ അത് പൈസ. ഞാൻ പറഞ്ഞു ഇവിടെ നല്ല ഫുഡാണ് കഴിക്കും. അപ്പോൾ എന്നിട്ട് ഞാൻ പൈസ കൊടുത്തു. എന്നിട്ട് കടക്കാരൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇതേ കണക്ക് ആൾക്കാരെ നോക്കി വെച്ച് കണ്ടിട്ട് ഇവിടെ പൊതി ഉണ്ടാവും. പൊതിക്കും ഓർഡർ നമ്മൾ ഹോട്ടലിലാണല്ലോ പൈസ കൊടുക്കുന്നത്. ഇത് വൈകിട്ട് ഈ പുള്ളി കൊണ്ടുപോയിട്ട് ഉച്ചയ്ക്ക് മുമ്പ് കൊണ്ടുപോയിട്ട് വിൽക്കുകയാണ്. അപ്പം ആ കടക്കാരൻ പറഞ്ഞ് ഈ പുള്ളിക്ക് ഇന്ന് ഇവിടെ 12 ഊണുണ്ട് എന്നുവെച്ചാൽ 12 പേര് കൊടുത്തതാണ്. അപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് കൊടുക്കുന്നത്. പക്ഷെ അവർ ചെയ്യുന്നത് എന്താണ്? വിറ്റ് പൈസ. എൻ്റെ അടുക്ക പറഞ്ഞു സാറേ ഇനി അങ്ങനെ കൊടുക്കരുത് സാർ, നിങ്ങൾ ആദ്യം പറഞ്ഞ കാര്യം കറക്റ്റാണ്. എന്താണ്? ഞാൻ പറഞ്ഞു നമുക്ക് ഇരുന്ന് കഴിയും എന്ന് പറഞ്ഞു. നിങ്ങൾ അങ്ങനെ കഴിപ്പിച്ചേ വിടാവൂ. അപ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. നമ്മളൊരാളിന് ഭക്ഷണം മാറ്റി കൊടുത്ത് നമ്മളോടൊപ്പം ഇരുന്ന് കഴിച്ചു, നമ്മളും പോയി. ഇത് ഇവർ ചെയ്യുന്നത് വേറെയാണ്. അത് നേരത്തെ മാറ്റി വെച്ചിട്ട് വീട്ടിലെ അതുവരെ ആരുമില്ലേ അച്ഛൻ വീട്ടിലുണ്ടാകുന്നത്
അച്ചേട്ടൻ നേരത്തെ പറയും. ഇതൊക്കെ തന്നെയാണ് ഇപ്പൊ നടക്കുന്നത്. അതുകൊണ്ട് നമ്മള് നല്ല റൈറ്റ് ഹാൻഡിലല്ല നമ്മള് ദാനം കൊടുത്തില്ലെങ്കിലും. അപ്പൊ അത് പറഞ്ഞതൊരു സത്യം. രണ്ടാമത് ഈ പറഞ്ഞ 10 പേർക്ക് കൊടുക്കുമ്പോൾ പിന്നെ അതൊരു വിഷയമാണ്. മറ്റേ ഇതുപോലെ അതാണ് അതൊരു ന്യായമായ കാര്യമാണ്. ഞാൻ അതുകൊണ്ടാണ് പുള്ളി പറഞ്ഞതിനോട് യോജിക്കാത്തത് തന്നെയാണ്. ഞാൻ കാര്യം എന്താണെന്ന് അറിയാം, അവിടെ കൊടുക്കുമ്പോൾ അവരെന്തെങ്കിലും അവർക്ക് അവരുടേതായ പരിഗണന ഉണ്ട്. പുള്ളിയും തിരിച്ച് പരിഗണിക്കും. തീർച്ചയായിട്ടും പുള്ളിയെ തിരിച്ച് പരിഗണിക്കും. പിന്നെ എന്തെങ്കിലും കൊടുത്ത് ഒരിക്കലും തൃപ്തി വരും. അതാർക്കും വരില്ല. ആ കൊടുക്കുന്ന ആ സമയത്ത് ഉള്ളത് കാണും. എന്ന് പറയാം, വീട്ടുകളായാലും പഴയായാലും അതുപോലെ ഈ പുള്ളി ഒരുപാട് ഒരുപാട് പേർക്ക് പൈസ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ പൈസ ഇന്നും തിരിച്ചു കിട്ടിയിട്ടില്ല. ഇപ്പൊ പുള്ളി ചോദിക്കില്ല. അങ്ങനെയൊക്കെ പുള്ളിക്ക് പറ്റിയിട്ടുണ്ട്. അതെനിക്കറിയാം. പുള്ളി ഇത്രയും അല്ല, അത് നമ്മള് ഈ പൊതുവിൽ ഇങ്ങനെ വന്ന് ചോദിക്കുന്നവർക്ക് നമ്മൾ കൊടുക്കാനോ അറയ്ക്കുന്ന പല പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ വർക്കല തന്നെ ഒരു സഹോദരൻ എന്ന് പറയുന്ന ഒരാൾ ജീവിച്ചിരുന്നു. അയാൾ ഒരു വല്ലാത്ത വേഷത്തിലാണ് നടക്കുകയും കാര്യങ്ങൾ. അയാൾ പെട്ടെന്ന് ഇങ്ങനെ യാചിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീണ് മരിക്കുകയാണ്. അപ്പോഴാ പുള്ളിയുടെ ആ പിടിയിൽ അല്ലെങ്കിൽ ആ തോളിൽ ഇടുന്ന ഇതിൽ 8.5 ലക്ഷം രൂപയുണ്ടായി. പിന്നെ ബാങ്ക് ചെക്ക് ചെയ്തപ്പം ലക്ഷക്കണക്കിന് രൂപ. അല്ല, അങ്ങനെ നിങ്ങൾ പറഞ്ഞല്ലേ, മാതൃഭൂമിയിൽ ഒറ്റ ദിവസം ഒരു ന്യൂസ് വന്നു. 4 പേര് എവിടെ ഈ ടെൻഡർ വിളിക്കാനായിട്ട്, സർക്കാർ ടെൻഡർ വിളിക്കാനായിട്ട് പോയപ്പം ഈ പിള്ള മലയാളികളെ നമ്മൾ പറഞ്ഞു ഇത്ര എന്ത് ഈ മുഷിഞ്ഞ ആൾക്കാരെ പിടിക്കുന്നതിനെ ഒരു മുഖം ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്. എന്തിന് ഈ മുഷിഞ്ഞ ആൾക്കാരെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്? നിങ്ങൾ അവിടെ മാറ്റി എപ്പോഴാണ് പറയുന്നത്? ഞങ്ങൾ ഇവിടെ കെട്ടിവെക്കാനുള്ള കാശ് കെട്ടി വെച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ കെട്ടിവെച്ചിരിക്കുന്നത് പറഞ്ഞപ്പോ പിന്നെ എളുപ്പമൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവരെന്ത് ചെയ്തു? ഈ അന്വേഷിക്കുന്ന 1-2 ആൾക്കാർ ചോദിച്ചു, നിങ്ങൾ അന്വേഷിക്കുന്ന പറഞ്ഞാൽ ഒരു ടെൻഡർ പിടിക്കാൻ പൈസ വേണ്ട. ഒരുത്തന്റെ പേര് 64 ലക്ഷം രൂപ അങ്ങനെ എന്തോ ഉണ്ട്. ഒരുത്തന്നെ 50 രൂപ കൊണ്ട് ഒരുത്തനുണ്ട്. ഒരുത്തന്നെ 30-35 രൂപ അവനുണ്ട്. അങ്ങനെ ഇതിന് 4 പേര് ചേർന്നാണ് ഈ ടെൻഡർ വിളിക്കാനായിട്ട് വന്നിരിക്കുന്നത്. അത് തന്നെ. അപ്പൊ ആരെയും നമുക്ക് അങ്ങനെ നിശ്ചയിക്കാൻ പറ്റില്ല. വേഷം കണ്ടതൊന്നും നിശ്ചയിക്കാൻ പറ്റില്ല.